ജലീൽ പുനലൂർ നോക്കൂ, ഇതേ ഫ്ലോറിൽ നമ്മൾ തർക്കിച്ചതാണ്. ജലീൽ പുനലൂർ ആവർത്തിച്ച് ചോദിച്ചു, ഞാൻ ഈ ബർത്ത് സർട്ടിഫിക്കറ്റ് കണ്ടിട്ടുണ്ടോ, അതിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് അസൽ രേഖ താങ്കളുടെ കൈവശമുണ്ടോ എന്ന് ആവർത്തിച്ച് ചോദിച്ചു. ഞാൻ അതെടുത്ത് കാണിക്കുകയും ചെയ്തതാണ്. എന്താന്ന് വെച്ചാൽ ഇന്നിപ്പോൾ നോക്കൂ, ദേശീയ പട്ടികവർഗ കമ്മീഷൻ്റെ അന്വേഷണത്തിലാണ് ഈ കുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ല എന്ന് കണ്ടെത്തിയത്. മാത്രമല്ല, ഈ കുട്ടിയുടെ മാതാപിതാക്കൾ നൽകിയ മൊഴി നേരത്തെ അഡ്വക്കേറ്റ് അനിൽ വിളയിൽ ഇവിടെ ചൂണ്ടിക്കാണിച്ചു. നഗ്ന വീഡിയോകൾ എടുത്തു, സമ്മർദ്ദം ചെലുത്തി വിവാഹത്തിലേക്ക് കൊണ്ടുപോയതാണ് എന്നൊക്കെ കമ്മീഷന് മുന്നിൽ ഈ കുട്ടിയുടെ മാതാപിതാക്കൾ മൊഴി നൽകിയിട്ടുണ്ട്. നോക്കൂ, ഇതൊരു ഒരു 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 കെണിയിൽപ്പെടുത്തി, പ്രണയക്കെണിയിൽപ്പെടുത്തിയുള്ള വിവാഹമല്ലേ. ഇപ്പം ലവ് ജിഹാദ് എന്ന് പറയുമ്പോഴാണല്ലോ എല്ലാവർക്കും കുരുപൊട്ടുന്നത്. ഇത് വലിയ ശല്യമായല്ലോ. തനിക്ക് വേറെ ഒരു ജോലിയില്ലേ? നമ്മുടെ ഒരു പ്രധാന ജോലി ഇതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വിവാഹം എന്ന് പോലും വിളിക്കാൻ പറ്റില്ല. സെൻകുമാർ സാർ പറഞ്ഞത് 100% ശരിയാണ്. ഇമാതിരി ഒരു കൃത്യത്തിന് ഇവിടെ സർക്കാർ പരിരക്ഷ നൽകി എന്നുള്ളതല്ലേ ഏറ്റവും ഗുരുതരമായിട്ടുള്ളൊരു തെറ്റ്. അതേതായാലും നന്നായി, കുടുംബത്തിൽ പറഞ്ഞവർ ഇങ്ങനെ തന്നെ ചെയ്യണം. നോക്കൂ, ഇതിന് ചില മാർഗങ്ങളൊക്കെയുണ്ട്. ഇപ്പം 2 മതങ്ങളിൽപ്പെട്ടവ കല്യാണം കഴിക്കുക സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം അത് പിന്നെ സബ് രജിസ്ട്രാർ ഓഫീസിൽ നോട്ടീസ് പതിക്കേണ്ടതാണ്. അതൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ അങ്ങനെ കാണുന്ന ഒരാളാണ്. പോലീസിൽ പരാതി കൊടുത്തിരുന്നു ഈ കുട്ടിയുടെ പിതാവ്. പക്ഷേ പിതാവിനെ അവിടെ പിന്നെ തടങ്കലിൽ വെക്കുകയായിരുന്നു. അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക, കുഞ്ഞെ നിനക്ക് എങ്ങനെ സാധിക്കുന്നത്? അതിനുശേഷം ഈ കല്യാണത്തിന് എല്ലാ ഒത്താശയും പോലീസ് ചെയ്തു കൊടുത്തു. തമ്പാനൂർ പോലീസാണ് ഇതിന് കൂട്ടുനിന്നത്. അവിടെയാണ് പറന്നെത്തിയത് മന്ത്രി വി ശിവൻകുട്ടി, CPM സംസ്ഥാന സെക്രട്ടറി A റഹീം, രാജ്യസഭ MP. അവരുടെ കാർമ്മികത്വത്തിലാണ് ഈ കൃത്യം നടന്നത്, ഈ ക്രൂരകൃത്യം നടന്നത്. ദേ ആർ ഓൾസോ റെസ്പോൺസിബിൾ. അവരും ഉത്തരവാദികളാണ്, അവരും കൂട്ടുപ്രതികളാണ്. സെൻകുമാർ സാർ കൃത്യമായിട്ട് ഏതൊക്കെ വകുപ്പുകൾ പ്രകാരം ഇവർക്കെതിരെ കേസെടുക്കാം എന്നുകൂടി പറഞ്ഞിരിക്കുന്നു. എന്തിനായിരുന്നു ഈ പൊറാട്ട് നാടകം? ജലീൽ, അതില് എനിക്ക് നിങ്ങളോട് ആദ്യം 2 കാര്യത്തിൽ ഉത്തരം പറയാനുണ്ട്. അതിലൊന്ന്, 2ഉം തെറ്റിദ്ധാരണകളല്ല, നിങ്ങളുടെ ധാരണകളാണ്. നിങ്ങൾ സമൂഹത്തിന്റെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന 2 ധാരണകളാണ്. 2 പൊതുബോധം നിങ്ങൾ സൃഷ്ടിച്ചെടുക്കുക. ഒന്ന് ലവ് ജിഹാദാണ്. ഒന്നുകിൽ ആശാന്റെ നെഞ്ചത്ത്, അല്ലെങ്കിൽ കളരിക്ക് വെളിയിൽ. 2 സംഭവിച്ചു. ഞാൻ അന്ന് നമ്മുടെ ആ ചർച്ചയിൽ തന്നെ പറഞ്ഞു, ഈ തടിയും വളർത്തി എവിടോ കിടന്ന് വന്ന ഒരുത്തൻ, ഞാൻ അയാളെ വിളിച്ച തെമ്മാടി എന്ന ഒരു ഫ്രോഡ് എന്നാ പറഞ്ഞത്. മതപരമായ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത, മതപരമായ യാതൊരു ബോധ്യവുമില്ലാത്ത, യാതൊരു അറിവുമില്ലാത്ത, ഒരു നിലവാരവുമില്ലാത്ത ഒരാള്. ചേട്ടന് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ലല്ലേ? ഒരുവൻ എവിടോ കിടന്ന് ഒരു കുട്ടിയെ പ്രേമിച്ച് കൊണ്ടുവന്ന് വിവാഹം കഴിച്ചാൽ അതിന്റെ ഉത്തരവാദിത്വമൊന്നും നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു സമൂഹം ഏറ്റെടുക്കേണ്ടതില്ല. നിങ്ങളുടെ അത്തരത്തിലുള്ള ഒരു ശ്രമവും കേരളത്തിൽ, ഇന്ത്യയിൽ നല്ല കേരളത്തിൽ വിലപ്പോവില്ല എന്ന് ഞാൻ ആദ്യം തന്നെ പറയട്ടെ. കാരണം പരസ്പരം അറിയാവുന്നവരെ ഇന്ത്യയിൽ 10-20 കോടി മുസ്ലിങ്ങളുണ്ട്. ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ ഇതുപോലെ ചതിയിൽ കൂടി ഏതെങ്കിലും ഫ്രോഡുകൾ പോയി മയക്കുമരുന്നും ഒക്കെ കഴിക്കുന്ന ആളുകൾ പോയി കൂട്ടിക്കൊണ്ട് വന്ന് ഇസ്ലാം മതം വികസിപ്പിക്കേണ്ട ഒരു ആവശ്യവും ഇവിടുത്തെ മുസ്ലിങ്ങൾക്കുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഉള്ള മുസ്ലിങ്ങൾ തന്നെ അങ്ങ് മുസ്ലിങ്ങളാവുകയും മനുഷ്യന്മാരാവുകയും ചെയ്താൽ തീരുന്ന വിഷയം മുസ്ലിങ്ങൾക്കിടയിലുള്ളത്. അതിന്റെ മറുപടി അതേ ഉള്ളു. മറ്റൊന്ന്, ഇടതുപക്ഷത്തെ സംബന്ധിച്ച മധ്യപ്രദേശിലോ മഹാരാഷ്ട്രയിലോ കിടക്കുന്ന ഒരു കലാകാരിയെ ഇവിടെ ക്ഷണിച്ചു കൊണ്ടുവരുന്നു. തമ്പാനൂർ പോലീസിനെയും രജിസ്ട്രാർ ഓഫീസിനെയൊക്കെ കബളിപ്പിച്ച് അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ. AKG സെന്ററിന്റെ സഹായത്തോടെ പാർട്ടി സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ വിവാഹം നടത്തിയിട്ട് ഇവിടെ CPM-ഉം ഇടതുപക്ഷവും ഒന്നും വളരാനില്ല. അത് വളരാനുള്ളവരൊക്കെ വളർന്നു കഴിഞ്ഞിട്ടുണ്ട്. കേരളീയ പൊതുസമൂഹം അത് അംഗീകരിച്ചിട്ടുമുണ്ട്. പിന്നെ ബഹുമാനപ്പെട്ട DGP അദ്ദേഹം ഒരുപാട് സമയം ചോദിച്ചു. താങ്കൾ ദയാവായ്പോടെ ഒരുപാട് സമയം അനുവദിച്ചു. അതിനുശേഷം അദ്ദേഹത്തിന്റെ തൊണ്ട അടച്ചുപോയി. കാര്യം അദ്ദേഹം നീണ്ട വിധിന്യായം നടത്തിയ. എന്താ സംഭവം കേക്കട്ടെ. അദ്ദേഹത്തിന്റെ വിധിന്യായം എന്ന് പറയുന്നത് അങ്ങ് കേട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞു. കേരളത്തിലെ രജിസ്ട്രാർ ഓഫീസർ അടക്കമുള്ള ഒക്കെവരൊക്കെ അടുത്ത മധ്യപ്രദേശ് പോലീസ് കൊണ്ടുപോകും. അങ്ങനെ എന്നെ ഒഴിവാക്കാൻ ശ്രമിക്കരുത്, ഞാൻ കൊണ്ടിട്ടേ പോകും. തൂക്കിക്കൊല്ലാൻ വിധിക്കും.
AKG സെന്റർ കംപ്ലീറ്റ് വന്ന് അഴിച്ചു പറക്കി കൊണ്ടുപോകും. ഗോവിന്ദൻ മാസ്റ്ററും പിന്നെ അഡ്വക്കേറ്റ് A റഹീമും മറ്റൊരാളുണ്ട് ശിവൻകുട്ടി അടക്കമുള്ളവരൊക്കെ മധ്യപ്രദേശിൽ പോയി അവിടുത്തെ കഷ്ടപ്പാടൊക്കെ ഒന്ന് അറിയട്ടെ. എന്തിനാ സെൻകുമാർ സാറെ താങ്കളെ പോലുള്ളവർ ഇങ്ങനെ സ്വപ്നം കാണുന്നേ? എന്ത് കാര്യത്തിനാണ് ഒരു സുഖം, ഒരു മനസുഖം? നീ ഒന്ന് ഉണരൂ. ഇത് രാജ്യത്ത് 140 കോടി ജനങ്ങളുള്ള ഒരു രാജ്യത്ത് നടക്കുന്ന ഒരു ഒഫൻസാണ്. ആ ഒഫൻസ് നടന്നാൽ, ആ ഒഫൻസ് ആണെങ്കിൽ, ഇതൊരു ഒഫൻസ് ആണെന്ന് നിങ്ങൾക്ക് ബോധ്യം ഉണ്ടെങ്കിൽ താങ്കൾക്ക് ഇത് ഒഫൻസ് അല്ലാന്നാണോ ഇപ്പോഴും വിശ്വാസം, ഉത്തമ വിശ്വാസം? അല്ല, ഒഫൻസ് ആണെങ്കിൽ അല്ല, അത്രയും ഈ നിയമത്തെക്കുറിച്ച് ഒരു സാധാരണക്കാരനുള്ള അറിവ് പോലും ജലീൽ പുനലൂരിനില്ലേ? ഇതൊരു ഒഫൻസ് അല്ലേ ശ്രീ ജലീൽ പുനലൂർ? എന്തിനാ താമസിപ്പിക്കണേ? ഇങ്ങോട്ട് തന്നോളൂ അല്ലേ? ഇതൊരു ഒഫൻസ് അല്ലേ? അല്ല, ഒരു ഒഫൻസിൽ കോടതി വിധി പറഞ്ഞാലേ ഒരു കുറ്റവാളിയാവോ? ഇപ്പൊ ഞാൻ പറയുക നാളെ താങ്കൾ ഒരു കുറ്റവാളിയാന്ന് പറഞ്ഞാൽ കുറ്റവാളിയാവോ? അല്ല, ഞാൻ ഇത്ര നേരം പൊട്ടന്റെ മുമ്പിൽ ശങ്കൂന്നിരുന്ന അല്ല, രാജ്യത്തുള്ള എല്ലാവരും ഈ ഒഫൻസിന് കൂട്ടുനിന്നവര്, അതല്ലേ നേരത്തെ സെൻകുമാർ സാർ പറഞ്ഞത്? അബറ്റ്മെന്റ് അത് കൂട്ടുനിന്നതാണ്, കൂട്ടുപ്രതികളാണ് അല്ലേ ഇവർക്കെന്താ കാര്യം ഇതില്? ഇവർക്കെന്താ കാര്യം? ഈ MP ഗോവിന്ദനും ശിവൻകുട്ടിക്കും റഹീമിനും എന്താ കാര്യം ഇതില്? അല്ല, അത് സെൻകുമാർ സാർ പറഞ്ഞ കുറ്റവാളിയാകില്ല, കോടതി പറയട്ടെ. മിസ്റ്റർ നമ്പ്യാർ, പ്രൊസീഡ് വിത്ത് യുവർ പ്രയർ. കോടതിയല്ലല്ലോ പറയുന്നത്. പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തേണ്ടവരാണ് ഇവരൊക്കെ. കളിച്ചത് മതിയായില്ലേ? പുതിയ അടവാണോ അല്ലേ? താങ്കൾക്കറിയാം, താങ്കൾക്കറിഞ്ഞില്ലെങ്കിൽ മുൻ DGPക്ക് അറിയാം. പോലീസ് പ്രതിപട്ടികയിൽ ചേർത്തത് കൊണ്ട് ഒരാൾ കുറ്റവാളിയാകുന്നില്ല. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആളൊരു തല്ലിപ്പൊളിയനാ, ആരെയും വില വെക്കില്ല. താങ്കൾ ആദ്യം മനസ്സിലാക്കണം, അദ്ദേഹത്തിന് സ്വപ്നം കാണാം. നമ്പ്യാർജിക്കും വേണമെങ്കിൽ സ്വപ്നം കാണാൻ. ഗോവിന്ദൻ മാഷ് നാളെ തന്നെ മധ്യപ്രദേശ് പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് അവിടുത്തെ ജയിലിൽ ഇടുമെന്ന് പറഞ്ഞാൽ ഇതൊന്നും ഇന്ത്യ രാജ്യത്ത് ഒരു പുത്തരിയല്ല. ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? പിന്നൊന്ന് VHPയുടെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, അദ്ദേഹത്തിന്റെ ആവേശവും വാഗ്ധോരണിയും കണ്ടാൽ കഴിഞ്ഞ ഒരു 1.5 മാസമായി അദ്ദേഹം ചെയ്ത ഒരു വലിയ യുദ്ധമാണ്. മഹാഭാരത യുദ്ധത്തിന് ശേഷം ഇത്രയും വലിയൊരു യുദ്ധം. പറഞ്ഞിട്ട് എന്താ കാര്യം? എന്ത് ചെയ്താലും നന്നാവില്ലെന്ന് പറഞ്ഞ് ഈ ലോകത്ത് കുറെ എണ്ണം അവതരിച്ചിട്ടുണ്ട്. ആദ്യം ഇന്ത്യ എന്താണെന്ന് നീ അറിയണം. എന്റെ പൊന്ന് സാറേ, ആയിരക്കണക്കിന് ബാലിക ബാലന്മാർ ഇന്ത്യ രാജ്യത്തെ ചേരികളിൽ ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ, അത് കൂടുതലും ഹിന്ദു സമൂഹത്തിൽപ്പെട്ടവർ, കാരണം അവരാണല്ലോ വലിയ ജനസംഖ്യ. അതെ, ഐ എം പ്രിജുഡിസ്ഡ്. എനിക്ക് മുൻവിധികളുണ്ട് ഈ നാടിനെ കുറിച്ച്. അവർ കഷ്ടപ്പെടുന്നുണ്ട്. ബാലവേശ്യാവൃത്തി നടക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ രാജ്യം. മാന്യമായ ഒരു വസ്ത്രം ധരിക്കാനില്ലാതെ 10,000-കണക്കിന് വിദ്യാർത്ഥികളുണ്ട്. എല്ലാം തികഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിക്കുന്ന നിന്നെ പോലുള്ള സ്മഗുകൾക്ക് അത് പറഞ്ഞാൽ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. മതിയായ വിദ്യാഭ്യാസമില്ലാത്ത 10,000-കണക്കിന് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ ഹിന്ദു സമൂഹത്തിലുള്ളവരാ. അവരെയൊക്കെ സമുദ്ധരിക്കാൻ ആദ്യം അവരെയാണ് സമുദ്ധരിക്കേണ്ടത്. പോലുള്ള സ്നോബുകൾക്ക് ഈ ആത്മാവ് തൊട്ടറിയാനുള്ള സെൻസ് ഉണ്ടാവണം, സെൻസിബിലിറ്റി ഉണ്ടാവണം. 140 കോടി ജനങ്ങളുള്ള ഒരു രാജ്യത്ത് എവിടെങ്കിലും ആരെങ്കിലും രണ്ടുപേര് ഏതെങ്കിലും ഒരു കൃത്രിമം കാട്ടുകയോ, നിങ്ങളുടെ വാദം അങ്ങനെ വിവാഹം നടത്തിയാൽ ഇന്ത്യ രാജ്യത്ത് അതാണ് ഏറ്റവും വലിയ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, പള്ളിയിൽ ഇക്കാര്യം വല്ല നടക്കുവോ ശ്രീ ജലീൽ പുനലൂർ? ഹിന്ദു പെൺകുട്ടിയെ ഹിന്ദു വരനയിരുത്തി പള്ളിയിലെ മിമ്പറിന്റെ മുമ്പിൽ ജമാഅത്ത് കമ്മിറ്റി നിക്കാഹ് നടത്തിക്കൊടുത്ത നാടാ കായംകുളം, കൊച്ചു കേരളത്തില്. കളിക്കുന്നെങ്കിൽ ആണുങ്ങളെ പോലെ കളിക്കുക. സെൻകുമാർ സാർ ഇപ്പൊ ഹിന്ദുവിന്റെ മുഴുവൻ പിതൃത്വം ഏറ്റെടുക്കുന്നുണ്ടല്ലോ. നിങ്ങളുടെ ഈ ഹിന്ദുത്വമൊക്കെ ഉണ്ടായിട്ട് 10-20 കൊല്ലമായിട്ടുള്ളത് വഴി നടക്കാൻ ഹിന്ദുവിന് ഇന്ന് ഹിന്ദു എന്ന് പറയുന്നവന് അനുവാദമില്ലായിരുന്നു. പൊതുകിണറ്റിൽ നിന്ന് വെള്ളം കുടിക്കാൻ സെൻകുമാർ സാറേ താങ്കളുടെ മുന്നോറുകളൊന്നും ഇവിടെ അനുവദിച്ചിട്ടില്ല. 4ാം ക്ലാസ് വിദ്യാഭ്യാസത്തിന് പോയിട്ടുള്ള ഹിന്ദുക്കളുടെ അവസ്ഥ ഇവിടെ അറിയാം. പടിക്ക് പുറത്തു നിർത്തിയിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റുകാരനും മറ്റ് മതവിശ്വാസികളും ഇവിടെ വന്ന് ഒരു വലിയ നവോത്ഥാനം സൃഷ്ടിച്ചതിന്റെ ഫലമായിട്ടാണ് ചാനൽ ഫ്ലോറിൽ വന്നിരുന്ന താങ്കൾ അടക്കമുള്ളവർക്കൊക്കെ ഞങ്ങൾ ഹിന്ദുവാണ്. തനിക്കൊക്കെ തന്നെ മുണ്ടും കൊറിയിട്ട് അമ്പലത്തിൽ കയറാൻ അനുവാദം കിട്ടിയിട്ട് അധികം കാലവും ചരിത്രമൊന്നും ആയിട്ടില്ല കേട്ടോ. കൊലയനും ഈഴവനും മറ്റും വേടനും ഒക്കെ ഞങ്ങളുടെ സഹോദരങ്ങളാണ് എന്ന് പറയത്തക്ക ഒരു സാഹചര്യം ഉണ്ടായതേ. അനിൽ നമ്പ്യാർ, ഒരാളെ ഞാനും ജപ്പാൻജിയും യോജിച്ചു പോകുമെന്ന് തോന്നുന്നില്ല. ഒരു കാട്ടിൽ തന്നെ 2 സിംഹം വേണോ? ഈ നാഷണൽ ലീഗിന്റെ പ്രതിനിധിയായിട്ട് പരമ വിഡ്ഢിത്തരം പറയാനായിട്ട് ഒരാൾ വന്നിരിക്കുകയാണ്.
അപ്പൊ നീയോ? ഞാനും ഏതാണ്ട് ഇതിന്റെ കൂടെ കടുത്തായിട്ട് വരും. ക്ഷേത്രത്തില് അത് ശ്രീനാരായണ ഗുരു സ്ഥാപിച്ചതായാലും അത് എന്താ അവരെല്ലാം നോക്കണ്ട, അവർ പ്രതിയാകുന്നാണ് ഞാൻ പറഞ്ഞത്. അവരല്ലാതെ ഈ ജലീൽ പുനലൂരല്ല നോക്കുന്നത്. ആ നിയമം തന്നെ തെറ്റാണ്. അതായത് ഇത് പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയാണെങ്കിൽ പോലും ഒരു ഹിന്ദുവും അഹിന്ദുവും തമ്മിൽ ക്ഷേത്രത്തില് വിവാഹം കഴിക്കാനായിട്ട് പറ്റില്ല. അങ്ങനെ നിയമമില്ല, അത് വോയിഡാണ്. ആദ്യം തന്നെ ഒരു അടിസ്ഥാനമായിട്ട് 1-2 ക്ലാസ്സെങ്കിലും നിയമത്തിന്റെ ഈ ജയാൽ നാഷണൽ ലീഗുകാരൻ പഠിക്കട്ടെ. ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. എല്ലാ ദിവസവും വന്നിരുന്ന് ഇങ്ങനെ കുറെ പൊളി പറയുന്നതാണ്. ഹിന്ദുവിന്റെ കാര്യം ഏറ്റെടുത്തത് ഹിന്ദുവിന് പകരം ഇവിടെ ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് കണ്ടപ്പോഴാണ് ഹിന്ദുവിന്റെ കാര്യം ഏറ്റെടുത്തത്. അതിന് നാഷണൽ ലീഗും കുട പിടിക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അതിനെപ്പറ്റി കൂടുതൽ പറയിപ്പിക്കണ്ട. പിന്നെ കമ്മ്യൂണിസമാണ് ഇതിന് പുറകിലെന്ന് പറഞ്ഞാല് 1939 മാത്രമാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായത്. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് കേരളത്തില് നവോത്ഥാനം നടപ്പാക്കിയത്. നാണമില്ലേടോ നിങ്ങൾക്കിത് പറയാൻ? ഒരു ടിവിയിൽ വന്നിരുന്ന് ഓട്ടിച്ചിട്ട് പണ കോണിക്ക് ജോലി പരമാറി നീ ആരോടാണ് എവിടെ നിന്നാണ് സംസാരിക്കണ ബോറം നിനക്ക് വേണം. നടക്കില്ല. അത് കേരളത്തിലല്ല, എവിടെയും നടക്കില്ല. നടക്കില്ല. നിങ്ങളൊക്കെ വെറുതെ അക്കരെ നിൽക്കണ പശുവിനെ കണ്ട് ഇക്കരെ നിൽക്കണ മൂരി മുക്കറയിട്ട പശുവിന് ചെന പിടിക്കില്ല. ഇനിയെങ്കിലും ഒന്ന് മനസ്സിലായി.